ടേസ്റ്റി വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ മുളകിട്ടെടുക്കാം. അതിനായി 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ, ഏകദേശം ഒരു 15 ഉലുവമണി ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത ചെറിയ ഉള്ളി, 1 കപ്പ് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പകരം നമുക്ക് അരിഞ്ഞെടുക്കാം, കത്തി കൊണ്ട് അരിഞ്ഞെടുക്കാം. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ചിക്കൻ നമുക്ക് 2 തരത്തിൽ മുളകിടാം. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് ചിക്കൻ മുളകിട്ടെടുക്കുന്നത്. ഇതല്ലാതെ എല്ലാ ഉള്ളിയും മസാല എല്ലാം കുഴച്ച് വെച്ച് ചിക്കൻ വെന്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ മുളകിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഉള്ളിയുടെ കളറിനൊക്കെ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് ഇഞ്ചി ചതച്ചതും 1 വലിയ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയം നമുക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് ഉള്ളി ചോപ്പ് ചെയ്തെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഇതും ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി പച്ചമുളക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി കൂടുതൽ ചേർക്കുന്നത് കൊണ്ടാണ് പച്ചമുളക് ഇതിൽ ചേർക്കാത്തത്. പച്ചമുളകും കൂടെ ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും. ഇനി നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. അതുകൊണ്ട് തന്നെ ആ മിക്സിയുടെ ജാറിലുള്ള പൊടിയാണ് ഇപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് കളറും കിട്ടും, നന്നായി കറി കുറുകിയ കറിയും ആയി കിട്ടും. അപ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കഴുകി വച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ്റെ എല്ലാ വശത്തേക്കും മസാല പിടിക്കുന്ന വിധം ഇളക്കി കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുള്ള വെള്ളമാണെങ്കിൽ പച്ചവെള്ളത്തിനേക്കാളും ഒന്നും കൂടെ നല്ലത് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് 20 മിനിറ്റ് സമയം നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമാണ്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. കറി ഒന്ന് തിളച്ചാൽ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്ത് വരാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 20 മിനിറ്റ് ആയ സമയം ഞാനിതാ വീണ്ടും മൂടി തുറന്ന് കറി എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പോൾ അതാ കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.